നമുക്കൊന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? മുട്ട വെച്ച് ഒരു ചായ ഉണ്ടാക്കുന്ന ടൈം മതി ആ മുട്ട വേവിക്കാനുണ്ടോ. ഈ മുട്ട പൊളിക്കുമ്പോൾ ചില ആൾക്കാർ പെർഫെക്റ്റ് ആയി കിട്ടൂല. പെർഫെക്റ്റ് ആയി കിട്ടാനുള്ള സീക്രറ്റാണ് കല്ലുപ്പ്. കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ മുട്ട ഇടുക, എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചെറുള്ളി, ഒരു ഇഞ്ചി കഷ്ണം. അതെടുത്താണ്ട് നേരെ മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കട്ടോ. എന്നിട്ട് അത് അടിച്ചെടുക്കുക. ഒരു പേസ്റ്റ് രീതിയിലാവുമ്പോൾ നമുക്ക് അത് തുറന്നെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്താണ്ട് അതിലേക്ക് ഉപ്പും പിന്നെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതൊന്നും കൂടെ അരച്ചെടുക്കുക. ഒരോടെ മുട്ട ഇവിടെ റെഡി ആക്കണേ. അത് പച്ചവെള്ളം കൊണ്ട് ചൂട് ആറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് മുട്ട ഈസിയായി പൊടിക്കട്ടോ. കല്ലുപ്പിൻ്റെതാണ് പ്രത്യേകത കേട്ടോ. ചില ആളുകൾ കല്ലുപ്പ് എന്ന് പറയാത്ത സാധാ പോലെ തിളപ്പിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയി കിട്ടൂല. അപ്പം കല്ലുപ്പ് ഇട്ടാണ്ട് ഇനി ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉണ്ണി സെപ്പറേറ്റ് ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ ആ മിക്സി ജാറിൽ അരച്ചെടുത്ത ആ ചമ്മന്തി പേസ്റ്റ് ഇതിൽ കിട്ടാണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ചമ്മന്തി നേരെ മുട്ടയുടെ ഉള്ളിൽ ഉണ്ണി ആകാനുണ്ടായിരുന്ന അതേപോലെ നിറച്ചെടുക്കുക, ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ 4 മണി പലഹാരം റെഡി ആയിട്ടോ. ഇതൊന്ന് ഒരട്ടെങ്കിലും ട്രൈ ചെയ്തോ. നല്ല ടേസ്റ്റാണ്.